ഇന്ത്യക്കാർക്കുള്ള വിസ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് വിദേശ രാജ്യങ്ങൾ. വിസ നിഷേധിച്ചതിലൂടെ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടത് വൻ തുക. 2024 വർഷത്തിൽ വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചതോടെ ഇന്ത്യക്കാർക്ക് 664 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. ടൂറിസ്റ്റുകൾക്ക് വിസ നിഷേധം ഉൾപ്പെടെയാണിത്. ഇന്ത്യക്കാർക്കുള്ള വിസ നിയന്ത്രണങ്ങൾ UAEയും കർശനമാക്കിയതോടെ പുത്തൻ സ്വപ്നങ്ങളുമായി വിദേശ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്ക് നിരാശ സമ്മാനിക്കുന്ന വിവരങ്ങളാണിത്. ഇന്ത്യക്കാർക്ക് വിസ നിഷേധിക്കുന്നതിൽ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും UKയുമാണ് മുന്നിൽ. 100 വിസ ആപ്ലിക്കേഷൻ ലഭിച്ചാൽ ന്യൂസിലാൻഡ് 33, ഓസ്ട്രേലിയ 30, UK 17, US 16 ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കാത്ത അവസ്ഥയാണുള്ളത്. ഷെങ്കൻ വിസയിൽ 100-ൽ 16 പേരുടെ വിസ സ്വീകരിക്കാത്ത അവസ്ഥയുമുണ്ട്. ഇക്കൂട്ടത്തിലേക്കാണ് UAEയും കടന്നു വരുന്നത്. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടത് US വിസ നിഷേധിച്ചതിലൂടെയാണ്. ഒരു വർഷം 271 കോടി രൂപയാണ് ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. വിസ നടപടിക്രമത്തിലെ സങ്കീർണതയാണ് നഷ്ടപ്പെട്ട തുക വർദ്ധിപ്പിക്കുന്നതിലെ കാരണങ്ങളിൽ ഒന്ന്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് US വിസ ലഭിക്കാനാണ് ഏറ്റവും പ്രയാസം. അതേസമയം വിസ നടപടിക്രമങ്ങൾ തങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ വാദം. ഓസ്ട്രേലിയ 123 കോടി, ഷെങ്കൻ ഏരിയ 122 കോടി, UK 116 കോടി എന്നിങ്ങനെയാണ് നഷ്ടപ്പെട്ട തുകയുടെ കണക്കുകൾ. കഴിഞ്ഞ നവംബർ മുതലാണ് സന്ദർശക വിസ നിയമങ്ങൾ UAE കർശനമാക്കിയത്. സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് അപേക്ഷകർ ഹാജരാക്കേണ്ട രേഖകളുടെ കാര്യത്തിലാണ് UAE പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നത്. ഹോട്ടലിലാണ് താമസമെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് രേഖയും, ബന്ധുവീടുകളിലാണെങ്കിൽ അവിടുത്തെ വിലാസം തെളിയിക്കുന്ന രേഖയും താമസ രേഖയായി അപേക്ഷയ്ക്കൊപ്പം കാണിക്കണം. ഇതോടൊപ്പം ആവശ്യമായ പണം കയ്യിലുണ്ടെന്ന രേഖയും മടക്കയാത്ര ടിക്കറ്റും കാണിക്കണം. മുമ്പ് സന്ദർശക വിസയിൽ വരുന്നവർക്ക് താമസ രേഖ, മടക്കയാത്ര ടിക്കറ്റ്, 3000 ദിർഹത്തിന് തുല്യമായ കറൻസി എന്നിവ ബോർഡിങ്ങിന് മുൻപ് എയർപോർട്ടിൽ കാണിച്ചാൽ മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഈ രേഖകൾ സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ കൈവശമുണ്ടായിരിക്കണം. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ താമസ രേഖ, മടക്കയാത്ര ടിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. രേഖകൾ വിസ ആപ്ലിക്കേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കൈവശമുണ്ടാകണമെന്നാണ് പുതിയ നിർദ്ദേശം. സന്ദർശക വിസ ദുരുപയോഗം തടയാനാണ് കഴിഞ്ഞ നവംബറിൽ നിലവിൽ വന്ന പുതിയ നിർദ്ദേശങ്ങൾ. ഇത് തിരിച്ചടിയായത് ഇന്ത്യക്കാർക്കാണ്. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് റാങ്കിങ്ങിൽ ഇൻകം ടാക്സിൽ വൻ ഇടിവാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംഭവിച്ചത്. 2014-ൽ 76-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 10 വർഷങ്ങൾക്കിപ്പുറം 85-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ മൂല്യം ഉയർത്താനും വിസയുടെ കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ സമ്മർദ്ദം ഉയർത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.